രോഗികൾക്കും അശരണർക്കും ആശ്വാസം പകർന്നു നൽകിയ ജീവകാരുണ്യ പ്രവർത്തകൻ സെൻമനസ് ജോർജിന് പാലായുടെ അന്ത്യാഞ്ജലി. സെൻമനസ് ജോർജ് എന്നറിയപ്പെട്ടിരുന്ന മുണ്ടയ്ക്കൽ ജോർജ് ജോസഫിൻ്റെ മൃതശരീരം പാലാ ടൗൺ ഹാളിൽ പൊതുദർശനത്തിനെത്തിച്ചപ്പോൾ സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. സെൻമനസ് ജോർജിൻ്റെ ദീനാനുകമ്പം നിറഞ്ഞ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രമുഖർ അനുസ്മരിച്ചു. സെൻമനസ് ജോർജ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുണ്ടയ്ക്കൽ ജോർജ് ജോസഫ് വിടവാങ്ങുമ്പോൾ നഷ്ടമായത് പാലായുടെ ജീവകാരുണ്യ രംഗത്തെ കൈത്താങ്ങാണ്. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, തെരുവിൽ അലയുന്നവർ, വൃക്കരോഗികൾ എന്നിവർക്ക് സഹായമൊരുക്കാൻ ജോർജ് ഏത് സമയത്തും ഓടിയെത്തിയിരുന്നു. തെരുവിൽ അശരണനായി വീണുപോയ ഒട്ടേറെ രോഗികളെയാണ് ജോർജ് പുനരധിവാസ കേന്ദ്രത്തിൽ എത്തിച്ചത്. 6000-ലധികം വൃക്കരോഗികൾക്ക് ജോർജിൻ്റെ നേതൃത്വത്തിൽ സൗജന്യമായി ഡയാലിസിസ് കിറ്റുകൾ ലഭ്യമാക്കി. മുമ്പ് ടാക്സി ഡ്രൈവറായിരുന്നപ്പോൾ ഒട്ടേറെ രോഗികളെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. സാമ്പത്തിക വിഷമത മൂലവും സഹായത്തിന് ആളില്ലാത്തതിനാലും ആളുകൾക്ക് ചികിത്സിക്കാൻ സാധിക്കാത്ത വിഷമകരമായ സാഹചര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ജീവകാരുണ്യ പ്രവർത്തികൾ തുടങ്ങുകയായിരുന്നു ജോർജ്. രോഗികളെ സഹായിക്കാൻ ജോർജ് മുന്നിട്ടിറങ്ങിയപ്പോൾ സാമ്പത്തിക പിന്തുണയ്ക്കായി സുമനസ്കരായ നാട്ടുകാരും കൈത്താങ്ങേകി ഒപ്പം ചേർന്നു. സുമനസ്കരുടെ സഹകരണത്തോടെയായിരുന്നു സെൻമനസ് ജീവകാരുണ്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം. സെൻമനസ് ജോർജിൻ്റെ മൃതശരീരം പാലാ നഗരസഭാ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വച്ചു. മാണി സി കാപ്പൻ MLA, മുനിസിപ്പൽ ചെയർമാൻ ദിയ ബിനു പുളിക്കക്കണ്ടം, പാലാ DYSP K സദൻ, മരിയാസദനം ഡയറക്ടർ സന്തോഷ് മരിയാസദനം, പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം, ജോർജ് കുളങ്ങര, ഫാദർ ജോർജ് കാരമ്പേലിൽ, ഫാദർ ജേക്കബ് വെള്ളമരുതുങ്കൽ, മുനിസിപ്പൽ കൗൺസിലർമാർ, വിവിധ സംഘടനാ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. അർഹിക്കുന്ന പാത്രത്തിൽ അന്നദാനം നടത്തുകയും ചെയ്ത യഥാർത്ഥ മനുഷ്യ സ്നേഹത്തിൻ്റെ ആൾരൂപമായിരുന്നു ജോർജിൻ്റെ നിര്യാണം പാലായിലെ തീരെ പാവപ്പെട്ടവർക്കും ബുദ്ധിമുട്ടുന്നവർക്കും തീരാത്ത ഒരു നഷ്ടമാണ്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മനസ്സിലിപ്പോഴും നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ സമയം ഒരു കിറ്റുമായിട്ടാണ് വന്നത്. സ്വയം പരിചയപ്പെടുത്തിയതിനെ ജോർജ് എന്നാണ് പേര്. എല്ലാവരും എന്നെ സെൻമനസ് ജോർജ് എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ ഈ നാട്ടിലെ അശരണരായ ഡയാലിസിസ് പേഷ്യൻസിന് വേണ്ടിയുള്ള കിറ്റ് സമാഹരണമാണ് എൻ്റെ ആത്മസംതൃപ്തി. സാറിനെ ഒന്നും പരിചയപ്പെടണം എന്നൊരാഗ്രഹം കൊണ്ടുവന്നാണ്. പക്ഷേ അതിനുശേഷം ഈ 2 വർഷത്തിൽ കൂടുതലായിട്ട് ജോർജേട്ടൻ നടത്തിയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അദ്ദേഹം നമ്മോട് ഇവിടെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ സത്പ്രവൃത്തികൾ ആരെങ്കിലും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അദ്ദേഹത്തിനുള്ള ഒരു സ്നേഹ ആദരവായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതാണ്. കുടുംബത്തിനും അദ്ദേഹത്തിനോട് പ്രവർത്തിക്കുന്ന പാലാ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകൾക്കും ഉള്ള അനുശോചനം രേഖപ്പെടുത്തുകയാണ്. കുറച്ച് മാസങ്ങളായിട്ടുള്ള ബന്ധമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ബഹുമാനിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. ഈ ഒരു പ്രവർത്തനത്തിലേക്ക് വന്നപ്പോൾ തന്നെ എപ്പോഴും കാണുകയും ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും ഈ നാടിന് വേണ്ടിയും ആൾക്കാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഹോസ്പിറ്റലിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മുന്നിട്ടിറങ്ങിയിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. എപ്പോഴും ഒരു പുഞ്ചിരിയോടെ, എപ്പോഴും ആൾക്കാരെ സന്തോഷത്തോടെ നമ്മൾ കാണുകയും എപ്പോഴും ഒരു അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഒത്തിരി സന്തോഷത്തോടെയാണ് അദ്ദേഹം സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളിലും ഒരു പിന്തുണ നമുക്ക് കാണുന്നത് ഒരു വലിയ സപ്പോർട്ട് തന്നെയാണ്. ഹോസ്പിറ്റലിൻ്റെ ഓരോ കാര്യം പറയുമ്പോഴും നമ്മൾ ആദ്യം ഒരു കാര്യത്തിന് വേണ്ടി ചോദിക്കുന്നത് അദ്ദേഹത്തോടാണ്. കാരണം എല്ലാ കാര്യങ്ങളും ഏറ്റവും കറക്റ്റായിട്ട് അറിയാവുന്നതും ജോർജ് ഏട്ടന് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വൈസോടെയാണ് പല കാര്യങ്ങളും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ സൗജന്യമായിട്ട് ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ചെയ്യാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി. നമുക്ക് മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും കൗൺസിലേഴ്സിൻ്റെ അടുത്താണെങ്കിലും അദ്ദേഹം ഒത്തിരി തവണ വരികയും നമ്മളുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഭയങ്കര ഒരു ഷോക്കായിപ്പോയി അദ്ദേഹത്തിൻ്റെ വിലാപം. പക്ഷെ എപ്പോഴും ഒത്തിരി സ്നേഹത്തോടെയും കടപ്പാടോടെയും ഞങ്ങളെല്ലാവരും ഓർക്കും. പാലക്കാട് ചാർത്തിയ പേര് തന്നെ സെൻമനസ് ജോർജ് എന്നാണല്ലോ. എൻ്റെ ജീവിതം കൊണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ പരിചയം ഒരു 25 വർഷങ്ങൾ
മുമ്പ് മുതലേ തൻ്റെ ജീവിതം കൊണ്ട് ഈ പല പ്രദേശത്ത് സുഹൃതം വിതച്ച ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ സുഹൃതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രധാനമായും ഞാൻ കാണുന്ന 2 മേഖലകളിൽ. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് പാല കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ സംസ്കാര കർമ്മങ്ങൾ നടക്കും. പാലായിലും സമീപ പ്രദേശങ്ങളിലും നിർദ്ധരായവർക്ക് ഭക്ഷണവും മരുന്നുകളും വിതരണം ചെയ്തിരുന്ന ജോർജിൻ്റെ മരണം നാടിന് തീരാ നഷ്ടമാണ്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാല.